100 രൂപയ്ക്ക് എന്തിനാ തിന്നാൻ തരുമെന്ന്? പിന്നെ കൊള്ളാം, 100 രൂപയ്ക്ക് തരുമെന്ന്. അതിനല്ലേ എവിടെ ഇരിക്കണത്? താട്ടെ നല്ല എരിയുള്ള കടലക്കറി, നല്ല എരിയുള്ള മട്ടൻ കറി, നല്ല എരിയുള്ള പാൽപ്പായസം, നല്ല എരിയുള്ള സലാഡ്, അതിൻ്റെ മുകളിൽ പച്ചമുളക് വരച്ചത്, പിന്നെ അതാണ്ട് ബട്ടർ, പിന്നെ കുറച്ച് എരിയുള്ള പനീര്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ചുകൂടെ മുളക് പൊടി, നല്ല ക്രീം, മുണുങ്ങ്. പിന്നെ എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് മരിച്ചിനി മാവിലുണ്ടാക്കിയ ഉരട്ടി ഒരെണ്ണം, പിന്നെ ഗോതമ്പ് മാവിലുണ്ടാക്കിയ ഉരട്ടി ഒരെണ്ണം, പിന്നെ അതാണ്ട് മൈദയിൽ വീശിയടിച്ച റബ്ബർ ഉരട്ടി ഒരെണ്ണം, പിന്നെ കുറച്ച് പൊരി, അതിൻ്റെ പണ്ട് ഡെക്കറേഷനായിട്ട് കുറച്ച് പരീര്. എന്നാ ഇതെന്ന് പറഞ്ഞാൽ മുടിഞ്ഞ ഏരിയയാണ്. കക്കൂസിന്ന് ഫയർ ഡാൻസ് കളിക്കും, എന്നെ ആലോചിക്കുകയും ചെയ്യും. പിന്നെ നീ ഒന്നുകൂടെ അവിടെ വരും. എനിക്ക് സമയത്തിന് പാല് തരൂലല്ലേ എന്റെ മൂലത്തിൽ നിന്ന് പറഞ്ഞ പട്ടി കടിച്ചു കുറഞ്ഞ നിന്റെ വീട് ദേഹത്തോടെങ്കിൽ കടിച്ചു പച്ചവെള്ളം പോസ്റ്റിന്റെ അത്ര പൊക്കോ ഒച്ചിന്റെ പുതിയ മണ്ട. നീ പൊത്തട കാണിച്ച? ഞാൻ ഒന്നും കാണിച്ചില്ലണ്ണ, അറിയാതെ പറ്റിപ്പോയി. പറയല്ലേ, ഞാൻ എന്താ പൈസ തറയടാം. മാമ 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 മാമന്റെ പോക്കറ്റിൽ 100 തറ വീഴുന്നു. ആ ചേട്ട എനിക്ക് വിളിച്ച് കാണിച്ചെന്ന്. ഓ തന്നെ മക്കളെ, നന്ദിയുണ്ട് കേട്ടോ. എങ്ങനെ എന്നെ വേണം പയ്യന്മാര്? ഒരു ഫ്രോഡാണ് കേട്ടോ. പോണ്ണഴിച്ച് ചുമ്മാ സീരിയലിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു. മൂഞ്ചി അച്ഛനെ കണ്ണാസ്റ്റിൽ കൊണ്ടുപോയി ഞാൻ വരാമേ. ഇതാണ് കിങ് കോബ്ര. പ്രായാണ് രാജവമ്പാല എന്ന് വല്ലോ പറയാടാർക്ക നാണം കെടുത്താൻ വേണ്ടി. സോറി അണ്ണ, എന്നെ കുറിച്ച് കുറച്ച് പൊക്കി പറ. അണ്ണൻ വലിയ പാമ്പാണ്, അതെല്ലാവർക്കും അറിയാം. വേറെന്തെങ്കിലും പറ. വിഷം അല്ല വിഷം കൂടിയ ഇനമാണ്. ഒറ്റ കുത്തിന് 200 ml വിഷം വരെ അടിച്ചു കയറ്റും. അങ്ങനെ വല്ലതും പറ. ഇപ്പോഴാണ് കുറച്ച് സമാധാനമായത്. ഹലോ ഗൈസ്, ഇതാണ് എൻ്റെ തക്കുടുമോൻ. ഇവനെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹം തുടങ്ങിയിട്ട് കുറേ കാലമായി. തൊട്ടിത്തരത്തിന് ഒരു ലേബലുണ്ടെങ്കിൽ അത് ഇവനാണ്. തൊട്ടിത്തരം എന്ന് പറയാൻ കാര്യം, അടുത്ത പറമ്പിൽ കിടക്കുന്ന അണലി, മൂർഖൻ, രാജവബാല, പിന്നെ കൊമ്പേറി, ഇങ്ങനെയുള്ള പാമ്പുകളെയൊക്കെ എവിടെന്നെങ്കിലും വലിച്ചിഴച്ചുകൊണ്ട് വന്ന് പറന്ന് എൻ്റെ വീട്ടിൻ്റെ മേൽക്കൂര വഴി ചിമ്മിനി വഴിയൊക്കെ അകത്തെടുത്തിടുന്നു. പിന്നെ അതിൻ്റെയൊക്കെ കൊത്ത് കിട്ടി ഞാനും എൻ്റെ വീട്ടുകാരും ചാവാത്ത ഭാഗ്യം. അത് ദൈവഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ തൊട്ടിത്തരമാണെങ്കിൽ ഇവനെക്കുറിച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവൻ ഇങ്ങനെ പകൽ സമയങ്ങളിൽ പറന്ന് ഏതെങ്കിലും കുളിമുറി ചെന്ന് ഇടിച്ചു വിടും. നല്ല പെണ്ണുങ്ങളൊക്കെ ഉള്ള കുളിമുറിയാണ്. പിന്നെ കൊള്ളാം, പാവം ചെറുക്കനല്ലേ, അങ്ങനെയൊക്കെയുള്ള ഗുണമുണ്ട്. ഞാൻ ചെറുതായിട്ട് മിന്നായം പോലെയൊക്കെ ഒന്ന് കാണും. പിന്നെ അങ്ങനെയുള്ള ഗുണമുള്ളതുകൊണ്ട് തീറ്റയും കൊടുത്തിട്ടേക്കുന്നു ഗായ്സ് കേട്ടോ. എൻ്റെ ചെറുക്കനെ കാണിച്ചു തരാം. തിരിയിടാ മോനെ, തിരി. ഹായ് ഗൈസ്, ഞാനാണ് ശശികുമാർ പി. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ല, വീഡിയോ കഴിഞ്ഞു കേട്ടോ. 5 TV ഫോൺ ഉണ്ടാണ്. 5 TV 5 TV. ഐഫോൺ 8 അത് തൂക്കാം. അല്ല അത് തന്നെ ആ ഫോൺ തന്നെ. ഇത് ഏത് TVയിലാണ്? ഇത് സാംസങ് കണ്ടറക്ക TV അല്ല, ഫോണാണ്. തന്നല്ലേ? ഇത് വിഷയം ഫോണാണ്. ഇത് സ്മാർട്ട് ഡ്രാഗനാണ് അണ്ണ. വീഡിയോയാ വലിച്ചെറുത്ത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നത് അച്ഛൻ്റെ ഫോൺ നന്നാക്കാനാണ്. അതാണ്ട് അച്ഛൻ്റെ ഫോൺ. ഇതൊന്ന് ശനിയാക്കി തരും, ഞാൻ എന്താ വരാമേ. അങ്ങനെ പോയാലോ? നിന്നാലോ? നില്ല്. ഇവിടെ പോണ്. അച്ഛൻ്റെ ഫോൺ എന്നാ കൊടുക്കാമെന്നാമ. വിടുവാമ, എന്നെ വിട്. ഞാൻ വിട്. ഞാൻ ഇപ്പോൾ വരും. എന്താടാ നീ വെളിയിൽ വാ, ഞാൻ വെട്ടും നിനക്ക്. സഹൃദാവായ നല്ലവരായ നാട്ടുകാരെ, ജനങ്ങളെ, ഞാൻ ഈ വരി എഴുതുന്നത് അങ്ങ് ഹിമാലയത്തിൻ്റെ മണ്ടയിലിരുന്നാണ്. അവിടെ ഒരു മരത്തിൻ്റെ മൂട്ടിൽ അങ്ങ് ഇരുന്നപ്പോൾ ഒരു ഐസ് പാളി വന്നെൻ്റെ ഉച്ചി വീണു. എൻ്റെ ബോധം പോയി. പിന്നെ ഞാൻ ബോധം വന്ന് എഴുന്നേൽക്കുമ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഈ വരികൾ അലേരിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ ഈ വരി ഒരു പേപ്പറിലാക്കി അത് പാടാൻ തുടങ്ങി. അത് നിങ്ങളുടെ മനസ്സിൽ ഒരു അല പോലെ അടിച്ച് കടൽ തിരമാലിലൂടെ ചൂഴ്ന്നിറങ്ങി ഒരു മീനായി വരും. ആ വരികളാണിത്. ഗുജറാത്തി കൽത്തല്ല കെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ, പഞ്ചാബി മൂഞ്ചി. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് രാജ്യവും കയ്യിൽ നിന്ന് പോയി. അങ്ങനെ രാജാവ് തുറങ്കിലിരിക്കുമ്പോൾ 2 മക്കൾ വന്ന് പറയുകയാണ്, വല്ലോ കാര്യം ഉണ്ടായിരുന്നു കിളവ. ശേഷം ശൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും കാലം, ഇന്നക്കരി നിന്നവൻ ഇക്കരികെത്തും തക്കിലത കിഴമേളും, ഇനി മാമലമേലെ സൂര്യൻ ഉദിക്കും പുലരുത്തേരിൻ മണ്ണുണ്ട്. നിന്റെ പട്ടി ഇവിടെ എന്താണ് അൽഫാം ഇരിക്കുമ്പോൾ ഒരു പ്രശ്നം? നീയൊക്കെ മുതലാളി എന്നെയാണ് എന്നെ ക്യാപിച്ചിട്ട് പോയി അറിയാമല്ലോ. ഞാനിവിടെ അൽഫാമാണ് കേട്ടോ. ബ്ലഡി ഫുൾ മാറിന്നോണം. എന്നെ നീ ചത്ത് പൊക്കോ. ബ്ലഡി ഫുൾ അൽഫാം ഫാസ്റ്റ്. തലയുടെ എല്ലാവരും മാറിയില്ല അങ്ങോട്ട്. അൽഫാം
ഒരുത്തനും ബുദ്ധിയില്ലാത്തോണ്ട് കൊള്ളാം. എൻ്റെ പൊന്നോ ഭീമസേനം വന്ന് സൈസ് മാത്രമേ ഉള്ളൂ. ബുദ്ധിയില്ലാത്തോണ്ട് കൊള്ളാം. ഇല്ലെങ്കിൽ എന്നെ ചെവരി കയറി ഹാരോട്ടിരിക്കാനുള്ള സമയം കഴിക്കും. എൻ്റെ പൊന്നോ അമ്മേ ഹോ ഇത് വരണില്ലല്ലേ ഈശ്വരാമ്മേ. കഴുത എവിടെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. മാറി മാറി, ഇത് ബുദ്ധിയുണ്ട് കളിക്കാനുള്ള കളിയാണ്. മാറിയില്ല അങ്ങോട്ട്. ഈ വലിയാണ് എങ്ങനെയാണ് അകത്തേറ്റുള്ളതെന്നറിയാം. മുറിച്ചാലേ കയറൂ. മുറിക്കണമെന്തിനി? പിന്നെ മുറിക്കാതെ അകത്തേറും. ശരിയെന്നല്ലേ ചേച്ചി, മുറിച്ചാലേ കയറും. വലിയ ഏണിയല്ലേ. വാ അമ്മേ, പറഞ്ഞിട്ട് കാര്യമില്ല. മാറങ്ങോട്ട്. രണ്ടെണ്ണത്തിന് ബുദ്ധിയില്ലേ. മാറിയില്ല അങ്ങോട്ട്. കഴുതയാണ്. ഈ ആണി എങ്ങനെയാണോ മുറിച്ചാടി കേട്ടത് നീയൊക്കെ? മാറങ്ങോട്ട് വിട്. താണ്ടേ ഇതിങ്ങനെ പൊക്കി അകത്തോട്ട് എറിയണം. ബുദ്ധി എല്ലാവർക്കും ദൈവം കൊടുക്കൂല. എനിക്ക് കനിഞ്ഞ് തന്നിക്കണം കേട്ടാ. ശരിയെന്നല്ലേ, ഇത് നമ്മൾ ആലോചിച്ചില്ലല്ലേ. ചേച്ചി ഭയങ്കര ബുദ്ധി തന്നെ. അമ്മോ, ഇതിനെയൊക്കെ വെച്ചാണല്ലോ ഞാൻ പണി ചെയ്യാനുള്ളത്. ഈ വീട് ഞാൻ മായ്ക്കേണ്ടി വരും മിക്കവാറും. ഞാൻ ഉണ്ടടാ. ദാണ്ടേ നിന്നെക്കാളും കൂടിയ ഇനം പ്രേതങ്ങളെ ഞാൻ ദിവസം കാണുന്നുണ്ട്. മാടൻ, മറുത, ചുടലി, പിടലി എല്ലാത്തിനും എൻ്റെ നിന്റെ വിരട്ടലും നടക്കൂല കേട്ടല്ല. നിനക്ക് എന്നെക്കുറിച്ച് അറിഞ്ഞൂടെ? എൻ്റെ പേര് കേട്ടാ നീ കിടുകിടാ വിറയ്ക്കും. എന്നെക്കുറിച്ച് അറിയണോ? നീ വെഞ്ഞാറമൂട് സ്റ്റാൻഡിൽ പോയി തിരക്കണം. അപ്പം ശരി വരാം. ഒറ്റ കഥവട ചടയി വലിച്ച് ഞാൻ എങ്ങനെ വെളിപ്പോവും? പഞ്ചിടയിൽ ഓടിക്കേണ്ടിയിരുന്നു. ഇനി എന്നെ ചാക്കാലേക്ക് ഓതും അവള്. ഇതുപോലെയുള്ള ഞാൻ ക്ഷമിച്ച്. ഇനി എൻ്റെ ശരിക്കുള്ള സ്വഭാവം നീ കാണും. അയ്യോ നാറ്റിച്ച്. ഇത് ഇവള് ശരിക്കുള്ള പ്രായം തന്നെ. മോളെ, എനിക്ക് മനസ്സിലായി മോളുടെ വിഷമം. യൗമാര് മൂന്നുപേര് പറ്റിയ മുന്തിയ ഇനങ്ങളാണ്. മോള് യൗമാരെ മൂന്നുപേരെ കടിച്ച് കീറി കൊതറി കൊന്നോ? മാമനെ വിടണം. മാമന് ഷുഗറും ബി പി ഒക്കെ ഉള്ളതാണ്. മോളെ വിട്. എനിക്കറിയാം. വെള്ളം ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ട പറയണ്ട കളവി മിന്നലടിക്കൊന്നു. പോയെന്ന കളവി മിന്നല്. എരിയുള്ള കറിയാണേ, സൂക്ഷിച്ചൊക്കെ വേണേ. ശരിയെണ്ണ. എന്തായിരുന്നു പൈസ ഇങ്ങോട്ട്? ജവാന്റെ പുള്ള. നീ എന്താടാ സിവിൽ എന്ന് വിചാരിച്ചാടാ? പാടാ പ്രാന്താ. എന്താടാ നീ കൊടുത്തേണ? തരാടേ. കുറെ മണിക്കൂറായി നീയൊക്കെ രണ്ട് പുതിയ എത്ര പാടാടെ ഇടറ ഇങ്ങോട്ട്. കൊണ്ടുപോ. നീയൊക്കെ കുറെ മണിക്കൂറെ കൂടി പാടാടി ഇങ്ങോട്ട്. കോരട്ട് കറി അണ്ണന്റെ കടയിൽ ഞാൻ മാറ്റാ. നീ മാറ്റല്ല, അത് അപ്പുറത്ത് തന്നെ കൂസ്. കൊണ്ടുപോടാ കുഞ്ഞമ്മേരെ വീടിമുട്ടായി. കഴിഞ്ഞ പ്രാവശ്യം മറന്നിട്ടില്ല പന്നി. കാന്താരികളെ കൊണ്ടുവന്നിട്ട് ജീരമുട്ടായി എന്നല്ലേ പന്നി കണ്ടുപോടാ. കുഞ്ഞമ്മേരെ വീടിമുട്ടായി. ഞാൻ ഓടി കിടന്നാണ് ഞാൻ തൂറിയത്. കൊണ്ടുപോടാ. വീടിമുട്ടായി. പണ്ട് ഞാൻ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തപ്പോൾ അവിടെ കൂടിയിരുന്ന കുറെ പോലീസുകാർ വന്ന് എൻ്റെ ഉച്ചയടിച്ച് പൊളിച്ച് എൻ്റെ ബോധം പോയി. പക്ഷേ ബോധം വന്നതിന് ശേഷം ഞാൻ എണീച്ചപ്പോൾ ഫ്രണ്ടിൽ ഒരു കിളവിയിരിക്കണം. ആ കിളവിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, അമ്മച്ചി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എപ്പോഴാണ്? അപ്പോൾ കിളവിൻ്റെ അടുത്ത് പറയാണ്, സ്വാതന്ത്ര്യം നല്ലതാണ്, അതെല്ലാം നടക്കും കുട്ടിയെന്ന്. ഈ പണക്കാരാണ് നമ്മുടെ നാട്ടിലെ ശാപം. യവന്മാരെ വല്ല ആൻഡമാൻ നിക്കോബാറിലോ വല്ല ലക്ഷദ്വീപിലോ കൊണ്ടിടണം. വെള്ളം കിട്ടാതെ മരിച്ചാവോന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റിക്കടലാണ്. ഉപ്പുവെള്ളം കുടിച്ചവന്മാർ ദാഹിച്ചവന്മാർ മരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യത്തിലേക്ക് മാറ്റണമെങ്കിൽ എന്നെപ്പോലുള്ള നേതാക്കൾ വളർന്നു വരണം. ഞങ്ങൾ മന്ത്രിയാവുമ്പോഴേ ഈ നാട്ടിലെ ഉയർച്ച ഉണ്ടാവൂ. നമ്മൾ പാവങ്ങൾക്ക് സഹായിക്കുകയും അവരെ ഉന്നമനത്തിലായി പ്രവർത്തിക്കുകയും ചെയ്യുകയും. മൂലത്തിന്റെ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ആണ്. ഇന്ന് ചുടുകല്ലാണെങ്കിൽ നാളെ താവുക്ക്, മറ്റന്നാ പാറക്കല്ല്. അടിച്ചോ. അമ്പോ, മൂലം തകർന്ന് പതുക്കെ അടിക്കാനടാ പറഞ്ഞ. ചുടുകട്ടെ തന്നെ തികഞ്ഞു ഗായ്സ്. ഈ പച്ചവളം തിന്നുമ്പോഴല്ല ഗായ്സ് ഞാൻ ശരിക്കും കരയാൻ പോകുന്നത്. ഇതിന് ശേഷം ഞാൻ കക്കൂസിലോട്ടൊന്ന് പോകും. അപ്പോഴാണ് ഗായ്സ് ഞാൻ ശരിക്കും കരയുന്നത്. താണ്ടതിന് ശേഷം മുളക് പൊടിയാണ് തിന്നാൻ പോണത് ഗായ്സ്. ഇത് തിന്നാ അറിയാലോ, ഫയർ ഡാൻസ് ആയിരിക്കും ഞാൻ കക്കൂസിന്ന്. ആ കരച്ചിൽ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് വേണം ലൈക്ക് ചെയ്യാൻ. സോറി അളിയാ, ഞാൻ കൂടപ്പടി മാറ്റിയാളിയാ. അളിയാ നീ ഇങ്ങനെ മിണ്ടായിരിക്കില്ല അളിയാ, നീ ചത്താളിയാ. നിനക്ക് എന്താടാ നീ ഒരു മിണ്ടറാ? ഞാൻ മാറ്റിയാളിയാ കൂടും പേടിയും അളിയാ. അയ്യോ, എന്റെ കയ്യിൽ നിന്ന് ഒരു പാക്കറ്റ് ബംഗാളി പീടിയും ഒരു പാക്കറ്റ് കൂളും മഴയത്ത് നനഞ്ഞേ. 5 സെക്കൻഡ് കഴിഞ്ഞവന്റെ കരച്ചിൽ തുടങ്ങുമല്ലോ, അതാണ് സഹിക്കാൻ പറ്റാതെ റെഡിയായി നിൽക്കാൻ പിടിക്കാൻ വേണ്ടി. അയ്യോ, പൂത്ത ബംഗാളി വീടി തന്നെ കടക്കാനും പറ്റിച്ചേ. ഞാൻ ഇനി
അങ്ങനെ ബംഗാളി വീടി വലിച്ചു കക്കൂസി പോവേ. മറ്റെന്തും ഞാൻ സഹിക്കും, പക്ഷെ എൻ്റെ പൂക്കളമുള്ള നിക്കറ് അത് ഞാൻ സഹിക്കൂല. മര്യാദക്ക് എൻ്റെ നിക്കറ് തന്നോ. അത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ നിസ്കിയ സാധനമാണ്. ഇനി അവൻ ചോദിച്ചോണ്ട് വരുമ്പോൾ ഞാൻ നിക്കറ് എടുത്ത് കൊടുക്കും. നിന്റെ അച്ഛന് നിക്കറ് എടുത്ത് കൊടുക്കുമോ? മര്യാദക്ക് നിക്കറാടാ. രാത്രി ഞാൻ നിക്കറ് തലയിൽ കൂടെ ഇട്ട് ഒന്ന് പേടിപ്പിക്കും. എൻ്റെ നിക്കറ് തന്നില്ലെങ്കിലാണ് നാളെ ഞാൻ വരും. ഈ കളിയിനിടയിൽ കുറേ അവന്മാർ പല രീതിയിൽ നമ്മളെ പ്രൊവോക്ക് ചെയ്യും. നമ്മളെ കാലിയിട്ട് ചവിട്ടും, നമ്മളെ കാലിനിടയിൽ കയറ്റി തള്ളിയിടും. ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും കവിള് ഒതുക്കി അങ്ങ് വെച്ചിക്കണം. അവസാനത്തെ ആ 4 മിനിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അറിയാത്ത പോലെ അവന്മാരെ പുടുക്കിലിട്ട് ചവിട്ടി കൊടുക്കണം. എന്നിട്ട് നമ്മൾ അറിയാത്ത പോലെ അവന്മാരെ കണ്ണിയിട്ട് കുത്തി കൊടുക്കണം, മുടി കുത്തി വലിക്കണം, അവന്മാരെ നിക്കറ് വലിച്ചു ഊരണം, ഗോളടിക്കണം എന്ന് പറഞ്ഞിട്ട് പുടുക്കിലിട്ട് ചവിട്ടി കൊടുക്കണം. എന്നിട്ട് അവന്മാർ കിടന്ന് നിലവിളിക്കുമ്പോൾ നമ്മളും തറയിൽ കിടന്ന് വിളിക്കണം. ഇതൊക്കെ ചെയ്തു പോകണം. ഇതൊക്കെ അറിഞ്ഞങ്ങ് ചെയ്തു പോകണം. ഇതാരും പറഞ്ഞു തരില്ല. ഇതിന് വേണ്ടിയാണ് നമ്മൾ മെയിൻ